ഹായ്, ഞാൻ ദീപ. ഇന്ന് ഒക്ടോബർ 1. ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 11:30 ഞാനിന്ന് എണീറ്റതേ താമസിച്ചായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം സെപ്റ്റംബർ പ്ലാൻ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു, ആ ഒരു പാറ്റേൺ. അപ്പം ഞാൻ വിചാരിച്ചു, ഇന്നിപ്പോൾ ഞാനിങ്ങനെ ക്ലൂലെസ് ആയിട്ടിരിക്കുകയാണ്, ഈ മാസം എന്താണ് അല്ലെങ്കിൽ ഇനി എന്ത് എന്നുള്ളൊരു ഇതിലിരിക്കുവാണ്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ വീഡിയോ ചെയ്യാം. ഈ ഒക്ടോബർ മാസം എന്ന് പറയുന്നത് എനിക്ക് സ്പെഷ്യലാണ്, കാരണം എൻ്റെ ബർത്ത്ഡേ ആണ് ഈ ഒക്ടോബർ മാസത്തിൽ. സോ ഇത്രയൊക്കെ വയസ്സായിട്ട് ബർത്ത്ഡേ അത്ര സ്പെഷ്യലാണെന്ന് ചോദിച്ചാൽ യെസ്, എനിക്ക് സ്പെഷ്യലാണ്. അപ്പോൾ അതുണ്ട്. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. കൂടുതലും നമ്മുടെ മൈൻഡ്, ബോഡി അല്ലെങ്കിൽ ഫുൾ സറൗണ്ടിങ്സ് എല്ലാം ക്ലട്ടേർഡ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതൊന്ന് ഡീക്ലറ്റർ ചെയ്യുക, അതാണ് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ഈ ഒരു മാസം. അപ്പം അതാണ് ഫസ്റ്റ് ഫോക്കസ്, അതാണ് ഈ ഒക്ടോബറിലെ പ്ലാൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, എൻ്റെ മനസ്സ് പോലെ തന്നെയാണ് എൻ്റെ വീടും കംപ്ലീറ്റ് ക്ലട്ടറായി കിടക്കുകയാണ്. സോ അത് ഒന്ന് സെറ്റാക്കി എടുക്കണം, അതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കംപ്ലീറ്റ് എന്താണ് എല്ലാം ഇങ്ങനെ താളം തെറ്റുക എന്നൊക്കെ പറയത്തില്ല. ഓൾമോസ്റ്റ് എനിക്ക് സെപ്റ്റംബർ സമയത്തും അതുതന്നെയായിരുന്നു അവസ്ഥ. അപ്പോൾ അവിടുന്ന് ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തു. അതായത് അന്നയുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് ഒരു ഗൗൺ തയ്ക്കണമായിരുന്നു. അതൊരു വലിയ പണിയായിരുന്നു, 2 ആഴ്ചത്തെ പണിയായിരുന്നു. എല്ലാ ദിവസവും വർക്ക് കഴിഞ്ഞിട്ട് വൈകിട്ടൊക്കെ ഇരുന്നിട്ടാണ് ചെയ്ത് തീർത്തത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ചോദിച്ചു. ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും എടുത്തില്ല. അത് നോർമൽ ഒരു അംബ്രല്ല ഫ്രോക്കാണ്, പക്ഷേ ഒത്തിരി ലെയേഴ്സ് ഉണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അതിന് അറൗണ്ട് ഒരു 19 മീറ്റർ തുണി ഞാൻ എടുത്തു. 19 മീറ്റർ ആണെന്ന് തോന്നുന്നു. അതായത് ടോപ്പ് ലെയർ ഒരു 6 മീറ്റർ, താഴത്തെ ലെയർ ഒരു 4 മീറ്റർ, പിന്നെ ഒരു 4 മീറ്റർ, പിന്നെ അതിൻ്റെ ലൈനിങ് ഒരു 5 മീറ്റർ, ഇത്രയൊക്കെ എടുത്തിട്ടാണ് അത് ചെയ്തത്. പക്ഷേ അവളത് 1 ടൈമേ എടുത്തുള്ളൂ, അത് അവൾ ഓൾറെഡി പറഞ്ഞിരുന്നതാണ്. പക്ഷെ അതിന് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട്, അതായത് ചെയ്ത് തീർത്ത് അവർക്ക് ഇങ്ങനെ പുറകിൽ നമുക്ക് വള്ളി കെട്ടാൻ പാടില്ല, പക്ഷെ അത് ഭയങ്കര ടൈറ്റായിട്ട് ഇങ്ങനെ ഒതുങ്ങിയിരിക്കാൻ വേണം. അപ്പോൾ ഇത്രയും ലെയേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് താഴോട്ട് അത് തയ്ച്ചു പോരാൻ പറ്റുന്നില്ലായിരുന്നു. സിബ് ഇങ്ങനെ നമുക്ക് താഴോട്ട് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ആ യോക്ക് പോർഷനിൽ മാത്രം സിബ് വന്നിട്ട് ഇത് നല്ല ടൈറ്റ് ഫിറ്റ് ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ലായിരുന്നു. അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം അവളെ ഇടിപ്പിച്ച് ഊരി, അങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ കസ്റ്റമർ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ഊരിയും അഴിച്ചൊക്കെ ഒരു വിധത്തിൽ സെറ്റാക്കി. ആദ്യം കൈ ഫുൾ പഫ് സ്ലീവ്സ് ആയിരുന്നു, അതൊരുമാതിരി വന്നിട്ട് പിന്നെ ആ പഫ് സ്ലീവ് മൊത്തം അഴിച്ച് പിന്നെ വളരെ പ്ലെയിൻ ആക്കി. എന്തായാലും അവൾ ഉദ്ദേശിച്ച രീതി വന്നു. എനിക്കും അത് കണ്ടിട്ട് സംഭവം കൊള്ളാലോ. കാരണം അല്ലാണ്ട് ഞാൻ വീട്ടിനകത്ത് നിന്ന് ഞാനിത് തയ്ച്ച് അവളെ കൊണ്ട് ഇടിപ്പിക്കുമ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതൊരുമാതിരി സർക്കസിലെ പല കളർ ഉള്ള ഡ്രസ്സ് ഇടുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. പക്ഷേ തയ്ച്ചു വന്നപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന് ഒത്തിരി എൻക്വയറീസും വന്നു. പക്ഷേ എനിക്കത് തയ്ച്ചു കൊടുക്കാൻ പറ്റത്തില്ല, കാരണം ഭയങ്കര പാടാത്. ഫുൾ റൗണ്ട്, ഫുൾ സർക്കിളാണ്, ഹാഫ് സർക്കിളോ 3/4 സർക്കിളോ ഒന്നും അല്ല, ഫുൾ സർക്കിൾ, എന്താ ഫുൾ അംബ്രല്ല ഇതാണ് കട്ടിങ് ആണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കുറേയധികം പ്ലാനിങ്സും കാര്യങ്ങളും ഒക്കെ നടന്നു. അപ്പോൾ ഒക്ടോബറിൽ നമ്മൾ ഇതൊന്ന് പറഞ്ഞു വെച്ച് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഡീക്ലറ്ററിങ് ആണ് ഫസ്റ്റ് തിങ്. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ കംപ്ലീറ്റ് മെസ്സായിട്ടിരിക്കുമ്പം നമ്മൾ ആദ്യം ഒന്ന് അനലൈസ് ചെയ്യും, ഓക്കെ എവിടെയൊക്കെ എന്തൊക്കെ ഡീക്ലറ്റർ ചെയ്യണം. അതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ബുക്കാണിത്, ഡീക്ലറ്റർ യുവർ മൈൻഡ്. നല്ല അടിപൊളി ബുക്കാണ്. ഇതിന് മുന്നേ ഞാൻ ഇതിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്, S.J. സ്കോട്ട്. ഇത് നമുക്ക് ആമസോണിൽ കിൻഡിൽ ബുക്സിൽ അവൈലബിൾ ആട്ടോ. അത് വായിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അതിൻ്റെ എന്താണ് ബുക്കായിട്ട് തന്നെ വാങ്ങിച്ചത്. അപ്പോൾ ഇവരിതിനകത്ത് പറയുന്നത് ഹൗ ടു സ്റ്റോപ്പ് വറിയിങ്, റിലീവ് ആൻസൈറ്റി ആൻഡ് എലിമിനേറ്റ് നെഗറ്റീവ് തിങ്കിങ് എന്നുള്ളതാണ് ഇതിൻ്റെ ടൈറ്റിൽ. പക്ഷെ ഇതിനകത്ത് അവർ ഓരോ സെക്ഷൻ വൈസ് പറയുന്നത്, ഫസ്റ്റ് പാർട്ട് ഡീക്ലറ്ററിങ് യുവർ തോട്ട്സ് ആണ്. അതിന് മറ്റേ ഫോക്കസ്, ഡീപ് ബ്രീത്തിങ്, മെഡിറ്റേഷൻ, പിന്നെ റീഫ്രെയിം ചെയ്യുക, നെഗറ്റീവ് തോട്ട്സ് റീഫ്രെയിം ചെയ്യുക, അതുപോലുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഉള്ളത് ഡീക്ലറ്ററിങ് യുവർ ലൈഫ് ഒബ്ലിഗേഷൻസ് ആണ്. അതായത് നമ്മുടെ പ്രയോറിറ്റി അല്ലെങ്കിൽ നമ്മുടെ എയിംസ്, ഗോൾ സെറ്റിങ്ങും നമ്മുടെ പാഷനും ഇതൊക്കെ ഒന്ന് കണ്ടുപിടിക്കാനോ അല്ല റീഫ്രെയിം ചെയ്യാനോ ഒക്കെ ആയിട്ടുള്ളൊരു കുറേ ആക്ടിവിറ്റീസ് അവർ പറയുന്നുണ്ട്. പിന്നെ ഡീക്ലറ്ററിങ് യുവർ റിലേഷൻഷിപ്പ്, അതിനകത്ത് മൈൻഡ്ഫുൾനെസ്, ഓരോ ആൾക്കാരെ എവിടെ നിർത്തണം, വരയ്ക്കാത്ത നിർത്തണം എന്നൊക്കെ പറയുന്ന കുറേ ഐറ്റംസ് ഒക്കെ പറയുന്നുണ്ട്. പിന്നെ ഡീക്ലറ്ററിങ് യുവർ സറൗണ്ടിങ്സ്, നമ്മുടെ വീട്, ഡിജിറ്റൽ ലൈഫ്, ആക്ടിവിറ്റീസ്, ഡിസ്ട്രാക്ഷൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇത് പയ്യെ ഒന്നിരുന്ന് വായിച്ച് അതിലേക്ക് വരിക എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേക്ക് വലിയ സംഭവങ്ങളൊന്നുമില്ല. എനിക്കൊരു ഡ്രസ്സ് തയ്ക്കണം, കുറേ നാളായിട്ട് ഡ്രസ്സ് തയ്ക്കാൻ ഇരിക്കുന്നതല്ലാതെ വെട്ടിയൊക്കെ അവിടെ വെക്കുന്ന അല്ലാതെ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ വെട്ടി വെച്ചോ പിന്നെ അത് അവിടെ തന്നെ ഇരുന്ന് പോകും. അപ്പം എന്തെങ്കിലും ഒന്ന് സ്പെഷ്യലായിട്ട് തയ്ക്കണം, നടക്കുമോ എന്ന് അറിയത്തില്ല. തയ്ക്കാൻ എന്തോ ഇപ്പോൾ ഭയങ്കര ഒരു ബ്ലോക്കേജ് ആണ്, സോ അത് നടക്കുന്നില്ല. പിന്നെ ഉള്ളത് അന്നയുടെ ഡ്രാമ പ്രാക്ടീസ് ഇന്ന് ഫൈനലാണ്, നാളെയാണ് ഒക്ടോബർ 2 അവളുടെ മത്സരം. അത് നമുക്കൊരു വലിയ സ്പെഷ്യൽ സംഭവമാണ്. കാരണം അന്ന സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുന്നതിന് തുല്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇപ്പോൾ അവൾ ചെയ്ത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അത് അന്നത്തെ ഒരു ദിവസം കംപ്ലീറ്റ് നമ്മൾ അവിടെ പോയി അവളുടെ ഇതും പിന്നെ ബാക്കിയുള്ളവരൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് വരിക എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷം. അപ്പോൾ അതൊരു വലിയ മൊമെൻ്റ് ആണ്. പിന്നെ ആനിയുടെ ഹാഫ് ഇയർലി നടക്കുന്നുണ്ട്. ആനീനെ ഒന്നും ഞാൻ പഠിപ്പിക്കുന്നില്ലായിരുന്നു, സോ അത് പഠിപ്പിക്കുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതൊന്ന്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു മാസം ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ കൂടുതൽ പരിപാടികളിലേക്കൊന്നും പോകുന്നില്ല. വേറെന്താ പറയാനുള്ളത്? വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്, പറയാം.
അപ്പം ഇനി ഞാൻ പറയാൻ വന്ന കാര്യം, ഞാൻ 6 മാസമായിട്ട് IT വർക്ക് ചെയ്യായിരുന്നല്ലോ. അപ്പോൾ ഞാൻ 6 മാസം കംപ്ലീറ്റ് ചെയ്തു. ഞാൻ റെസിഗ്നേഷൻ ഇട്ടു. കാരണം എനിക്ക് എൻ്റെതായ കുറച്ച് വാല്യൂസും സ്റ്റാൻഡേർഡ്സും ഒക്കെ ഉണ്ട്. അത് വെച്ച് സെറ്റ് ആവുന്നില്ല എന്ന് തോന്നിയോണ്ടാണ് ഞാനത് റെസിഗ്നേഷൻ ഇട്ടത്. പക്ഷേ എനിക്കറിയാം, ഞാൻ ജോലി കിട്ടി എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തത് കൊണ്ട് തന്നെ ഒത്തിരി പേര് ഇൻസ്പയർഡ് ആയിട്ട് ഒരു 30s-ലും 40s-ലും 50s-ലും ഒക്കെ ഉള്ള ആൾക്കാർ പിന്നെയും പഠിക്കാൻ ശ്രമിച്ച് കുറേ പേരൊക്കെ ജോലി മേടിച്ചത് എനിക്കറിയാം. എൻ്റെ അടുത്ത് വന്ന് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ഇൻസ്പിറേഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതൊരു ഡീമോട്ടിവേഷൻ ആയിരിക്കാം. പക്ഷേ ഇപ്പൊ നമ്മൾ ട്രൈ ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ഒരെണ്ണം നോക്കി പറ്റുന്നില്ലെങ്കിൽ അടുത്ത് ട്രൈ ചെയ്യാം. ഞാൻ അത് തന്നെയാണ് ഇത്രയും നാളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പ്ലീസ് എക്സ്ക്യൂസ് ദിസ് തിങ്. ഞാൻ ഈ റെസിഗ്നേഷൻ ഇട്ടത്, നമ്മുടെ ഓരോരുത്തരുടെ ലൈഫ് ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തർക്ക് സെറ്റ് ചെയ്തേക്കുന്ന വാല്യൂസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഡിഫറെൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാടും ഡിഫറെൻ്റ് ആണ്. ഇപ്പം എൻ്റെ കേസിൽ എന്നെ ആൾക്കാർ അഹങ്കാരി എന്നൊക്കെ വിളിക്കുമായിരിക്കും, കാരണം കിട്ടിയ ജോലി കളഞ്ഞിട്ട് പോയി എന്നൊക്കെ ഉള്ളത്. ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നത് നമുക്ക് ഒരു പോയിന്റ് എടുത്ത് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്ന് അത് പ്രൂവ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് സാഹചര്യം ഉണ്ട്, നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യണം എന്നുള്ളൊരു രീതിയിലാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചില കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ മടുത്തു പോകുന്ന ഒരാളാണ്. അപ്പം ഞാൻ ആലോചിക്കുന്നത്, എനിക്കൊരു കാര്യം ഇപ്പം ഒരു ജോലിയിലേക്ക് ഞാൻ കടന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിന് തൊട്ട് മുന്നേ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ബിസിനസ്സാണ്. ആ ബിസിനസ്സിൽ എനിക്കൊരു വർക്ക് ലൈഫ് ബാലൻസ് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല, ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല. ആ ഒരു പോയിന്റിലാണ് ഞാൻ ഇനി എന്ത് എന്നുള്ള രീതിയിൽ ട്രൈ ചെയ്യാം, നമുക്ക് പഠിച്ച് ജോലി കിട്ടുമോ എന്ന് നോക്കാം. അതുപോലെ ഞാൻ 6 months ആണ് ട്രൈ ചെയ്യാൻ വെച്ചിരുന്നത്. 3 months കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ജോലി കിട്ടി. ആൻഡ് അവിടുന്ന് എനിക്ക് ഒത്തിരി എക്സ്പീരിയൻസും കിട്ടി, ഒത്തിരി നല്ല ആൾക്കാരെ പരിചയപ്പെട്ടു. ഇപ്പോൾ ഉള്ള വർക്ക് കൾച്ചർ നമ്മൾ മനസ്സിലാക്കി. ഒത്തിരി ഫ്ലെക്സിബിൾ ആണ്, അതുപോലെ തന്നെ പ്രഷറും ഉണ്ട്. പിന്നെ ചില കമ്പനികളിൽ ചെല്ലുമ്പോൾ ഉള്ള ഒരു പ്രോസസ്സും കാര്യങ്ങളും ഒന്നും ചിലപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ്സുമായിട്ടൊന്നും അലൈൻ ആയി വരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, കുറേ റീസൺസ് കാരണമാണ് ഇത് എനിക്ക് പറ്റിയ പണിയല്ല എന്ന് എനിക്കൊരു തോന്നലുണ്ടായി. ആ തോന്നലൊന്ന് ശരിവെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ ടൈം കൊടുത്തതിൽ നിന്ന് എനിക്ക് വന്നെത്തിയ ഒരവസ്ഥ വെച്ചിട്ട് ഞാൻ അങ്ങ് റിസൈൻ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ 6 മാസം ഞാൻ എന്തായാലും നിന്നു, അതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി നമ്മൾ IT എന്നുള്ളതല്ല, ഒരു 9 to 5 ജോബ് പോലും എനിക്ക് പറ്റൂല എന്നാണ് എനിക്ക് ഇപ്പം ഒരു 6 months എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് മനസ്സിലായത്. കാരണം എനിക്ക് എന്തോ ഒരു കൂട്ടിലടച്ച ഒരു കിളിയുടെ ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ അൾട്ടിമേറ്റ്ലി എന്ത് വന്നു, നമ്മളൊരു 9 to 5 ജോബ് അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റേബിൾ ഇൻകം, അല്ലെങ്കിൽ ആൾക്കാരോട് പറയാൻ എനിക്കൊരു ജോലി എന്നുള്ളതിനെക്കാട്ടിലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, ഈ തൊട്ട് മുന്നേ ഉള്ള എൻ്റെ സെൽഫ് എംപ്ലോയ്മെന്റിലും എനിക്കില്ലാതിരുന്ന ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, ഒരു സന്തോഷം, അതൊന്നും ഇല്ലാതെ ഒരു വാല്യൂ ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ആ സെയിം സാധനം എനിക്ക് ഇവിടെയും ഫീൽ ചെയ്യാതെ വരുന്ന സമയത്താണ് ഞാൻ ഇതും നിർത്തിയത്. കാരണം ഇവിടെയും എനിക്ക് പറ്റുന്നില്ല. സോ ഇതൊന്നും അല്ല എൻ്റെ മേഖല എന്നുള്ളതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിൽ തോന്നിക്കൊണ്ടിരിക്കുന്നത്. സോ നോക്കാം, നമുക്ക് വേറെ എന്താ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കാം. പിന്നെ എനിക്ക് റിഗ്രറ്റ് ഒന്നും ഇല്ല ഇത്രയും, കാരണം അത് അങ്ങനെ കുറേ പേര് പറഞ്ഞു. അതായത് ഞാനിത് കുറേ പേര് ഡിസ്കസ് ചെയ്തായിരുന്നു ഓൾറെഡി തന്നെ. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചല്ലേ, ഇത്ര എഫേർട്ട് ഇട്ട് പിന്നെയും ആ വർക്കൊക്കെ പഠിച്ചെടുത്തല്ലേ. ഐ ഡോണ്ട് റിഗ്രറ്റ്, ബിക്കോസ് ഇതെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ആണ്. ഈ എക്സ്പീരിയൻസ് ഒക്കെ എനിക്കൊന്നുമില്ല എനിക്ക് പരിചയമുള്ളവർക്കോ അല്ലെങ്കിൽ എൻ്റെ മക്കൾക്കോ പറഞ്ഞു കൊടുക്കാവുന്ന കാര്യമാണ്. അതായത് ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഇങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന നല്ലൊരു കാര്യമാണല്ലോ, ഒന്നും അറിയാതെ മറ്റേ ഇരിക്കുന്നതിനെക്കാട്ടിലും. അപ്പോൾ അതൊന്ന്. പിന്നെ ഒരു കാര്യം നമുക്ക് സെറ്റ് ആവുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളത് ഞാൻ ആ 9 വർഷം ആ ഒരു ബൊട്ടിക് പരിപാടിയുമായിട്ട് ഇരുന്നപ്പോൾ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ എൻഡിൽ മനസ്സിലാക്കിയൊരു കാര്യമാണ്. നമുക്ക് സെറ്റ് ആവുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇറങ്ങാം. അപ്പോൾ അതിവിടെ പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്തു എന്നുള്ളതാണ്. എനിക്ക് പറ്റുന്നില്ലായിരുന്നു, ഒരു കൂട്ടിലടച്ച കിളി എന്നുള്ളൊരു എഫക്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വേറെ പല പല കാരണങ്ങൾ കൊണ്ടും എൻ്റെ ഒരു നമുക്ക് 9 to 5 അല്ലെങ്കിൽ ഒരു ജോലി അല്ലെങ്കിൽ ഒരു ജോബ് ടൈറ്റിൽ എന്നുള്ളതിനെക്കാട്ടിലും ഒരു സ്റ്റേബിൾ ഇൻകം എന്നുള്ളതിനെക്കാട്ടിലും നമുക്കൊരു സന്തോഷം വേണം. ആ ഒരു സന്തോഷം, ആ ഒരു ലൈവ്ലിനെസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല, ഒട്ടും റിലാക്സ്ഡ് അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറുക. അതാണ് ഇപ്പം ഞാൻ ചെയ്തത്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ ഇനി നെക്സ്റ്റ് എന്ത് എന്നുള്ളതാണ്. എന്തായാലും തൽക്കാലം പെട്ടെന്നൊരു തീരുമാനത്തിലോട്ടൊന്നും വരാതെ ഒരു 3 months നമ്മൾ റെസ്റ്റ് എടുക്കുക. ഈ ഡിസംബറിൽ എനിക്ക് കുറേയധികം ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. കുറേ ഫാമിലി ഫംഗ്ഷൻസ് വരുന്നുണ്ട്, കുറേ ഗെറ്റ് ടുഗദേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് എൻജോയ് ചെയ്ത്, ഇപ്പം ഞാൻ ജോലിക്ക് കയറിയ സമയം തൊട്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എനിക്ക് എവിടെയും ട്രിപ്പ് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ട്രിപ്പ് പോകാനുള്ളൊരു മാനസികാവസ്ഥയിലൊക്കെ വന്നപ്പോൾ ട്രിപ്പ് പോകാനായിട്ട് ലീവ് എടുക്കണം എന്നുള്ളൊരു ഇതിലേക്കൊക്കെ വരുന്നു. അങ്ങനെ കുറേ ഒരു കെട്ടുപാട് ഉണ്ടാകുന്ന ഒരു അവസ്ഥ. അപ്പം അപ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്ത്, ഓക്കെ എനിക്ക് ഈ 9 to 5 ഇപ്പം സെറ്റ് ആവില്ല, പണ്ടാണേ ഓക്കെ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിള്ളേർ വയ്യാതാകുമ്പോൾ എനിക്ക് കിട്ടിയ ജോലി എന്ന് പറയുന്നത് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരുന്നു. എപ്പോൾ വേണമെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാം. ഒരു 6 മണിക്ക് ശേഷമേ കൃത്യമായിട്ട് ഇരിക്കേണ്ടതായിട്ടുള്ളൂ, അല്ലെങ്കിൽ രാവിലെയൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും എനിക്കത് സെറ്റായി വരുന്നില്ലായിരുന്നു. കാരണം എൻ്റെ ഒരു കേസ് വെച്ചിട്ട് എനിക്കൊരു വർക്ക് തന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രയോറിറ്റി കംപ്ലീറ്റ് ആ വർക്കിലേക്കാണ്. അതിപ്പോൾ തയ്ക്കാനൊരു തുണി തന്നാലും ഒരു സെറ്റ് ഓഫ് കേസസ് എനിക്ക് സോൾവ് ചെയ്യാൻ തന്നു കഴിഞ്ഞാലും എൻ്റെ പ്രയോറിറ്റി അതിലാണ്. എനിക്ക് പിന്നെ പിള്ളേരുടെ കാര്യമോ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ കംപ്ലീറ്റ് ഫോക്കസ് ഇന്നാണ്. അപ്പോൾ ആ ഒരു സ്വഭാവം എൻ്റെ മാറ്റേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ എന്ത് പറഞ്ഞു എന്നൊന്നും ഞാൻ മറന്നുപോയി.
അപ്പോൾ ഒന്നുമില്ല, നമ്മൾ റിസൈൻ ചെയ്തു. ഇനി അടുത്തത് എന്തെന്ന് ആലോചിക്കണം. കുറേയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല, അയ്യോ ഈ 95 ആയതുകൊണ്ട് അല്ലെങ്കിൽ റിമോട്ട് ജോബ് ആയതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് കരുതിയ കുറേ കാര്യങ്ങളുണ്ട്. അതിന് എനിക്ക് തോന്നുന്നു എനിക്ക് ബെറ്റർ ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് മോഡൽ അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം പോലത്തെ എന്തെങ്കിലും തന്നെയായിരിക്കും എനിക്ക് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. സോ അങ്ങനെയുള്ള എന്തെങ്കിലും കണ്ടുപിടിക്കാമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇനി എന്താണ് ആ തയ്യൽ അല്ലെങ്കിൽ ബൊട്ടിക് റിലേറ്റഡ് ചെയ്തപ്പോൾ തന്നെ വിചാരിച്ചൊരു കാര്യമാണ്, നമ്മൾ ഒത്തിരി എഫേർട്ട് ഇടാണ്ട് നമുക്ക് റിട്ടേൺ കിട്ടുന്ന എന്തെങ്കിലും. നമുക്ക് ആകെപ്പാട് എന്തുവാണ്, ഒരു ജോബ് ടൈറ്റിൽ പോലും അല്ല എനിക്ക് വേണ്ടത് ചിക്കിലിയാണ്. സോ അധികം എഫേർട്ട് ഇടാതെ നമുക്ക് ലൈഫ് എൻജോയ് ചെയ്ത് തന്നെ പോകുമ്പോൾ ഒരു സൈഡ് ഇൻകം കിട്ടുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പം എനിക്ക് ഈ ഇൻകം കിട്ടിയിട്ട് വേണ്ട കഞ്ഞി കുടിക്കാനായിട്ട് ആസ് ഓഫ് നൗ വേണ്ട. ഇനി ഭാവിയിൽ എന്താവുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് ഒരു സൈഡ് ഇൻകം കിട്ടണം. അത് യൂട്യൂബിലെ ഇൻകം എനിക്ക് പോരാ. അതൊരു വലിയൊരു സഹായമാണ് എങ്കിൽ പോലും അത് തീരെ പോരാ. കാരണം ഞാൻ സ്പോൺസർഡ് ആഡ്സ് ചെയ്യില്ല, പ്രൊമോഷൻസ് ഒന്നും ചെയ്യത്തില്ല, ആരെയും പ്രൊമോട്ട് ചെയ്യത്തില്ല. അങ്ങനെ ഒരു കടുംപിടുത്തം എനിക്കുള്ളത് കൊണ്ട് ആ വഴിയിൽ എനിക്ക് ഇൻകം ഇല്ല യൂട്യൂബിൽ. ആകെ ഈ ആഡ് റവന്യൂ മാത്രമേ ഉള്ളൂ, അത് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ചിക്കിലിയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ലൈഫിൻ്റെ സന്തോഷം, ഈ 10-40 വർഷം എല്ലാം കുളമാക്കി കളഞ്ഞില്ലേ, ഇനിയുള്ളതെങ്കിലും ഒന്ന് എൻജോയ് ചെയ്ത് എന്നാൽ സൈഡ് ഇൻകം കാര്യങ്ങൾ നടക്കുക വേണം. സോ ഭയങ്കര ഇമ്പാക്ട്ഫുൾ അല്ലെങ്കിൽ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ പൈസ എടുക്കാണ്ട് നമ്മൾ ചെയ്യുന്ന എഫേർട്ട് കുറവും റിട്ടേൺ കൂടുതലുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. അതിന് കുറച്ച് ടൈം എടുക്കും. അതാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് കുറച്ചും കൂടെ ബെറ്റർ അല്ലേ. കൈ നനയാതെ മീൻ പിടിക്കുക, നടക്കുമോ നോക്കാം. അപ്പോൾ ഇതെല്ലാം ഒരു ലേണിംഗ് അല്ലേ, അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ കാരണം ഇൻസ്പയർഡ് ആയിട്ട് പിന്നെയും ജോലി തപ്പാനും പഠിക്കാനും ഒക്കെ ചെയ്തവർ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. മേ ബി നിങ്ങൾക്കത് ഓക്കെ ആയിരിക്കും, എനിക്കത് ഓക്കെ അല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞുള്ളൂ. അത് എല്ലാവർക്കും ഓക്കെ അല്ല എന്നല്ല ഞാൻ പറഞ്ഞു. ഞാൻ കുറേ മുന്നേ പറയുന്നത് എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പറ്റും എന്നുള്ള ഡയലോഗ് പണ്ട് ഞാൻ അടിച്ചിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, എനിക്ക് പറ്റുന്നതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെന്ന് ഞാൻ പറയത്തില്ല, എനിക്ക് പറ്റാത്തത് കൊണ്ട് നിങ്ങൾക്കും പറ്റത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങൾ ഇട്ടേച്ച് പോവുക, പക്ഷേ ട്രൈ ചെയ്യാം. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ട്രൈ ചെയ്ത് എനിക്ക് സെറ്റ് ആവുന്നില്ല തോന്നിയോണ്ടാണ് നമ്മൾ റിസൈൻ ചെയ്തത്. ഇനി IT എന്നുള്ളതല്ല, ഒരു 9 to 5 സെറ്റപ്പ് എനിക്ക് ശരിയാവുമെന്ന് എനിക്ക് തന്നെ തോന്നുന്നില്ല. കാരണം ഒരു സന്തോഷമില്ലായിരുന്നു. പിന്നെ വേറെ ഒത്തിരി ഫാക്ടേഴ്സ് അതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഇങ്ങനൊരു സെറ്റപ്പിൽ എക്സ്പെക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്, എന്തായിരിക്കണം നമ്മുടെ മൈൻഡ് സെറ്റ്, ഞാൻ പഠിച്ച കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് കരുതുന്നു. അത് വഴിയെ ഉള്ള വീഡിയോസിൽ വരും. അപ്പോൾ ഒക്ടോബർ പ്ലാൻസ് ഇതൊക്കെയാണ്. കാമായിട്ടിരിക്കുക, ഡീക്ലട്ടർ ചെയ്യുക. കംപ്ലീറ്റ് ഒരു ഡീക്ലട്ടർ പ്രോസസ്സാണ് ഒക്ടോബറിൽ നടക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നടക്കുമെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഒരു എന്താണ് ഇങ്ങനെ ഭയങ്കര ടൈറ്റ് ആയിട്ടിരുന്ന അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലെയാണ്. എന്ത് ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥ ഒരു ആലോചനയിലല്ല. എന്നാൽ കുറേയൊക്കെ എൻ്റെ തലയ്ക്കകത്തുണ്ട്, കുറേയൊക്കെ പ്ലാൻസ് ഉണ്ട്. പക്ഷെ അത് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു എടുത്തുചാട്ടം വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇനി അടുത്ത ഒരു പുതിയ അധ്യായം ഒക്ടോബർ മാസം എൻ്റെ ബർത്ത്ഡേ ആണ്. ഐ എം ടേണിംഗ് 43 ദിസ് മന്ത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് എനിക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ഇനി ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഭയങ്കര നടക്കട്ടായിപ്പം. സോ അപ്പോൾ ഞാൻ എല്ലാം വളരെ ഓപ്പണായിട്ട് ഓണസ്റ്റ് ആയിട്ട് തന്നെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് തെറി വിളിക്കണമെങ്കിൽ തെറി വിളിക്കാം, ഐ ഡോണ്ട് കെയർ. ഞാൻ ഇതിൽ നല്ലത് എടുക്കുന്ന ആൾക്കാർക്ക് അത് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ഷെയർ ചെയ്യുമ്പോൾ പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. പിന്നെ ഒന്നിൽ ഉറച്ചു നിൽക്കുന്നില്ല എന്നൊരു കംപ്ലയിൻ്റാണ് എനിക്ക് എപ്പോഴും കിട്ടാറ്. ആൻഡ് ഐ ഡോണ്ട് കെയർ. അത് ഞാൻ കുഞ്ഞിലോട്ടെ കേൾക്കുന്നതാണ്. ഒന്നിലും ഉറച്ചു നിൽക്കുന്നില്ല. എനിക്കൊടത്ത് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ആ പണി വിട്ട് വേറെ പണിയിലോട്ട് പോകും. സോ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇപ്പം 12 മണിയായി. ഇന്ന് രാവിലെ ഭയങ്കര ലേറ്റായിട്ടാണ് എണീറ്റത്. ഇപ്പോൾ ഒരു 11 മണിക്കാണ് ഫുഡ് കഴിച്ചത്. ജസ്റ്റ് ഇപ്പോൾ ചോറ് വെച്ചിട്ടേ ഉള്ളൂ. ഇനി കറി വെക്കണം. അപ്പം എൻ്റെ മീൽ പ്ലാനിങ്ങും എല്ലാം താറുമാറായിട്ട് ഇരിക്കുകയാണ്. ഞാൻ കുറേയധികം ആലോചിച്ച് ഈ ഒരു ഡിസിഷനിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് താറുമാറായി പോയെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ ഒക്ടോബർ മാസത്തെ പ്ലാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നവംബർ മാസത്തെ പ്ലാനൊക്കെ ആയിട്ട് വരാം. ഇതിനിടയ്ക്ക് ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ബാക്ക് ടു യൂട്യൂബ് സജീവമായിട്ട് പോകണമെന്നുണ്ട്. പക്ഷേ ഐഡിയാസ് ഇല്ല. എന്നാ വീഡിയോ ചെയ്യാൻ ഈ പറഞ്ഞൊക്കെ തന്നെയല്ലേ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നോക്കട്ടെ എന്നാണ് വേണ്ടത് എന്നുള്ളത് സജഷൻസ് ആയിട്ട് വല്ലതും താഴെ വരുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ പാക്കലാം.